പേരിൽ ഇത്തിരി കടുപ്പമുണ്ടെങ്കിലും വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു ട്രോപ്പിക്കൽ സ്പാനിഷ് ഡ്രിങ്കാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന പപ്പായയാണ് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ. എന്നാൽ പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ? സോ ഹായ് ഗൈസ്, ദിസ് ഈസ് രാധിക ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല പഴുത്ത പപ്പായ തന്നെ വേണം ഇതിനായി തിരഞ്ഞെടുക്കാൻ. ആദ്യമായി കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞെടുത്ത പപ്പായ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് ക്രമീകരിക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ വാനില പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായി പൊടിച്ചെടുത്ത പട്ടയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. തിളപ്പിച്ചാറിയ പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1 ഗ്ലാസ് പാലാണ് ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. നമുക്കിത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനായി ഐസ് ക്യൂബ്സ് കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ക്രഷ് ചെയ്തെടുത്ത പിസ്തയും കാഷ്യൂ ഉപയോഗിച്ച് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഹണിയും ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചെറുതായി അരിഞ്ഞ പപ്പായ ക്യൂബ്സും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റീഫ്രഷിങ് ഡ്രിങ്കാണ് ഇത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. അതേപോലെ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.